ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ LGS, LDC, VFA പോലെയുള്ള എക്സാംസിന്, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്കറിയാം, ഈ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം SCRTയുടെ റിലവൻസ് ഒക്കെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ റാങ്ക് ഫയലും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് AI, ChatGPT, ജെമിനിയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ആ എക്സ്ട്രാ ടോപ്പിക്സ് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടും ടെക്സ്റ്റിൽ കാര്യമായിട്ടില്ലാത്ത ടോപ്പിക്സ് റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ സെൽഫായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 5 തൊട്ട് 10 വരെയുള്ള SCRT പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് പുതിയ SCRT പാഠഭാഗങ്ങൾ നിങ്ങൾക്കറിയാം വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ മേഖല വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതായത് നമുക്ക് സിലബസിൽ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജിയോഗ്രഫി ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട്, എക്സെട്ര ഓരോ സബ്ജക്ട്സ്. അപ്പൊ ഈ സബ്ജക്ട്സിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ ഏതാണെന്ന് ഒന്ന് സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ പറയുന്ന രീതിയിൽ ഈ പാഠഭാഗങ്ങൾ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. 5 തൊട്ട് 10 വരെയുള്ള SCRT പാഠഭാഗങ്ങളാണ് കംപ്ലീറ്റ്. പക്ഷേ നിങ്ങൾ ഈ SCRT നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, പല കാര്യങ്ങളും എന്താണ് പൂർണ്ണമല്ല. അതായത് കുറെ പ്രവർത്തനങ്ങൾ, വർക്ക്ഷീറ്റ് പോലത്തെ സംഭവങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സ്വയം കണ്ടെത്തി പഠിച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ തന്നെയാണ് SCRT പാഠഭാഗങ്ങൾ പഠിക്കുന്നത് എങ്കിൽ. ഓക്കെ, SCRT തീർച്ചയായിട്ടും കേരള PSCയുടെ ഒരു പ്രൈമറി സോഴ്സ് ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിൽ. കാരണം അവരിപ്പോൾ അടുത്ത കാലത്തായിട്ട് അത് തന്നെ പിക്ക് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പോകുന്ന പല കാര്യങ്ങളുടെയും എക്സ്ട്രാ രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ പറയുന്നു. ഇപ്പൊ ഹരിത കേരള മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രമേ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ, ഒരു ചാപ്റ്ററിൽ. പക്ഷേ ഹരിത കേരള മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ അവരുടെ കുറേയധികം പ്രോഗ്രാംസിനെ വെച്ചിട്ടുള്ള ചോദ്യമാണ് കേരള PSC കഴിഞ്ഞ ഒരു എക്സാമിനൊക്കെ ചോദിച്ചിരുന്നത്. സോ ആ ലെവലിൽ നിന്ന് വേണം നിങ്ങൾ പഠിക്കാൻ. അതായത് നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ സബ്ജക്ട് ബേസ് ചെയ്ത് പഠിക്കുന്നത്, ആ ചാപ്റ്ററിന്റെ ആ പോർഷന്റെ എക്സ്ട്രാ ഫാക്ട്സും അഡീഷണൽ ഫാക്ട്സും വിത്തിൻ ദ ലിമിറ്റ് എല്ലാം കൂടി പഠിക്കാമെന്നല്ല. നമ്മളിപ്പോൾ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ ലോകത്തുണ്ടാവും. പക്ഷെ അത്രയും വേണ്ട. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നിലവിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്നിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സ് മാത്രം പഠിച്ചാൽ മതി. സോ നിങ്ങൾക്കത് സ്വയം മെനക്കെട്ട് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അതായത് സ്വയം റെഫർ ചെയ്ത് കുത്തിയിരുന്ന ഒരു 5 തൊട്ട് 10 വരെയുള്ള SCRT പാഠഭാഗങ്ങൾ നോക്കിയെടുത്ത് വായിച്ച് അതിൽ പൂരിപ്പിക്കാത്ത ഭാഗങ്ങൾ സ്വയം കണ്ടെത്തി പൂരിപ്പിച്ച് എക്സ്ട്രാ ഫാക്ട്സ് തപ്പി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം അതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്, നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ. കാരണം ഞാനിത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. വിത്ത് എക്സ്ട്രാ ഫാക്ട്സ് ആണ്. PYQൽ ചോദിച്ചത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ പൂരിപ്പിക്കാത്ത പല ടേബിൾസും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് കേൾക്കുക, ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ സമഗ്രയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടിരുന്ന് വായിക്കുക. അത് കൃത്യമായി ചെയ്താൽ SCRTയുടെ ആ ഒരു ലെവൽ നിങ്ങൾക്ക് സെറ്റ് ആകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസ് SCRTയിൽ അല്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ റെഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, കേരള ഗവേണൻസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൃത്യമായിട്ട് നോക്കി പഠിക്കേണ്ടി വരും. അത് നമ്മളൊന്ന് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മതി. ഈ SCRT നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളതാണ്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ SCRT കോഴ്സിനെ കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചും ഞാൻ പറയാം. പിന്നെ ഈ ക്ലാസ് എടുത്തവർക്ക് ഞാൻ കറണ്ട് അഫയേഴ്സ് PDF ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ മന്ത്ലിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കമ്പൈലേഷൻ ആണ്, ഒരു ക്യാപ്സ്യൂൾ നോട്ട് പോലെ. സോ ദാറ്റ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു മന്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, വളരെയധികം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പല ചോദ്യങ്ങളും ലേറ്റസ്റ്റിൽ കുറേയധികം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാനെ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: കലോത്സവ വേദികളിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങൾ ഏതായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ അത്രയും ഒരു ഏരിയ വൈസ് നോക്കുമ്പോൾ, സ്പേസ്, ആർട്സ്, സ്പോർട്സ് എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു നോക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ജില്ല ഏതാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ വളരെയധികം മൈന്യൂട്ട് ലെവലിലുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള PDF ആണിത്. സോ ഇത് എടുത്തവർക്ക് ഇത് കിട്ടുള്ളൂ. SCRT അല്ലെങ്കിൽ SCRT സ്റ്റഡി പ്ലാൻ വിത്ത് ടെസ്റ്റ് സീരീസ് എന്നുള്ളൊരു ഇതുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കളയേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊരു കോച്ചിങ് എടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ SCRT ക്ലാസ് മാത്രമായിട്ട് കണ്ട് കേട്ട് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിക്കവരും ചെയ്യാൻ ചാൻസ് ഉള്ളത് അവർ SCRT റെഫർ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ PDF ആയിട്ടോ സ്ലൈഡ് ആയിട്ടോ ഒക്കെ തരാനാണ് സാധ്യത. പക്ഷെ നമുക്കൊരു ടെക്സ്റ്റ് കണ്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കി അറിഞ്ഞ് മാർക്ക് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് പഠിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കാരണം കണ്ടു പഠിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറയാം. നമുക്ക് പല കാര്യങ്ങളും മൈൻഡിലേക്ക് എത്താൻ, ഒരു ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ ഹെൽപ്ഫുൾ ആകുന്നത് പലതിൻ്റെയും ആ ഒരു പിക്ചേഴ്സും അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ പേജും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരേ ഫോർമാറ്റിലുള്ള കുറേ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഒരേ രീതിയിലുള്ള കുറേ സാധനങ്ങളായിരിക്കും, കുറേ ഇമേജസ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ സ്പെഷ്യലായിട്ട് നമ്മൾ ഓരോ ടെക്സ്റ്റിലെ ഓരോ ബോക്സുകളിലായിട്ട് കളറിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആ
ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിൽ കാണുമ്പോൾ അപ്പോൾ ഇത് അതല്ലേ, ആ ബോക്സിലുള്ള കാര്യമല്ലേ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമല്ല കോച്ചിങ് എടുത്തവർക്ക്. കാരണം ഞാൻ പറഞ്ഞ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന PSC എക്സാംസിന് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മിക്കവരും 1-2 പ്ലാറ്റ്ഫോംസിലൊക്കെ ജോയിൻ ചെയ്തിട്ട് പഠിക്കുന്നവരാണ്. കാരണം മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. കാരണം ജോലി എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. സോ അതിന് എത്രത്തോളം എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടാമോ, നമുക്ക് സ്വയം എന്തിൽ വീക്ക്നെസ് ഉണ്ട് അത് പാച്ചപ്പ് ചെയ്യാൻ ഏത് പ്ലാറ്റ്ഫോം ആണോ നല്ലത്, ഏത് കാര്യമാണോ നല്ലത്, അത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങളെ അറിയുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവലിലാണ് കൂടുതൽ വേണ്ടത്, ഒരു അസിസ്റ്റൻസ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ. സോ അതനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഭരണഘടനയുടെയാണ് ഫസ്റ്റ് ആദ്യം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ 5ാം ക്ലാസ്സിൽ നിങ്ങൾ 2 പാഠഭാഗങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത്. ഒന്ന് 6th ചാപ്റ്റർ ജനങ്ങളാൽ എന്നുള്ളതും 11ാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവും. കഴിഞ്ഞില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 5th സ്റ്റാൻഡേർഡിൽ ഇത്രയേ ഉള്ളൂ. 6th സ്റ്റാൻഡേർഡിൽ വീണ്ടും 2 ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് രാഷ്ട്രവും ഗവൺമെന്റും ഭരണഘടനയ്ക്കൊരു മുഖപുര എന്നുള്ളതും. പക്ഷേ ഈ ടെക്സ്റ്റിൽ പല കാര്യങ്ങളും ജസ്റ്റ് മിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ. അതിന്റെ വ്യാപ്തി വളരെയധികമാണ്. കാരണം ഇപ്രാവശ്യം അല്ലെങ്കിൽ പല തവണയായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിലൊക്കെ വളരെയധികം ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. കേവലം ഫാക്ച്വൽ ആയിട്ടുള്ളത് മാത്രമല്ല, ഒന്ന് ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഉത്തരം പറയണം എന്നുള്ള ആവശ്യകതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഉള്ളിലോട്ട് കയറണം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള പഠനമാണ് ആവശ്യം. സോ എൻ്റെ ഞാൻ അങ്ങനെ വളരെയധികം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നെയാണ് കേട്ടോ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. അത് കേവലം നിങ്ങൾക്ക് ടെക്സ്റ്റിലെ പോയിന്റ് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് എന്തൊക്കെ ഇനി വരാം എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. 7th സ്റ്റാൻഡേർഡിൽ 3 പാഠഭാഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന്. 3ാമത്തെ പാഠഭാഗമായ ഭരണഘടന വഴിയും വഴികാട്ടിയും, 8ാമത്തെ പാഠഭാഗം അധികാരം ജനങ്ങൾക്ക് എന്നുള്ളതും, 11ാമത്തത് വിവേചനത്തിനെതിരെ എന്നുള്ളതും. ഓക്കെ, ഇനി 8ാമത്തെ സ്റ്റാൻഡേർഡിൽ 2 പാഠഭാഗങ്ങളാണ്. 5ാമത്തത് ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, 9ാമത്തെ പാഠഭാഗം ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 9th സ്റ്റാൻഡേർഡിൽ എഗൈൻ 3 ചാപ്റ്റേഴ്സ് ആണ്. 4ാമത്തതായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, 7ാമത്തെ പാഠഭാഗമായ ജനാധിപത്യത്തിന്റെ വ്യാപ്തം സ്ഥാപനങ്ങളിലൂടെ, 8ാമത്തെ പാഠഭാഗം ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്നുള്ളതാണ്. 10ാമത്തെ സ്റ്റാൻഡേർഡിൽ 5ാമത്തെ പാഠഭാഗമായ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ, 9ാമത്തെ പാഠഭാഗമായ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ളത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഞാനൊന്ന് പറയാം. നിങ്ങൾ വെറുതെ പഠിച്ചു പോകരുത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും. ഇതിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, ലക്ഷ്മികാന്തിന്റെ. ഇത് നല്ലൊരു ബുക്കാണ്, ഒരു റെഫറൻസ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുള്ള ഒരു പുസ്തകമാണ്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. SCERT പാഠഭാഗങ്ങൾ പറഞ്ഞു പോയിരിക്കുന്ന പല കാര്യങ്ങളും എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിനെയും ഇങ്ങനെ പറക്കി എടുത്ത രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ആ ലെവലിലുള്ള കുട്ടികൾക്ക്, പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങളല്ലേ. അപ്പോൾ അത്രയും വലിയ വ്യാപ്തിയിലുള്ള ഭരണഘടനാ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. പക്ഷേ നമ്മളൊരു PSC ആസ്പിറന്റ് ആണ്. ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ A to Z കാര്യങ്ങൾ കൃത്യതയോടുകൂടി പഠിക്കണം. ഓക്കെ, ഭരണഘടന പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഫോം ചെയ്തു, അതിനാദ്യം വന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്താണ്, ആരൊക്കെ അതിലുണ്ടായിരുന്നു, എങ്ങനെ ഫ്രെയിം ചെയ്തു, എത്ര കാലം എടുത്തു, എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിലെ സവിശേഷതകൾ, ഇതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ആദ്യമേ ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ പഠിക്കുന്ന സവിശേഷതകളിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാൾവഴികളുണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ അതിന്റെ വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു, ഒരു ക്ലാസ് എങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ എടുത്തു. എങ്ങനെയാണ് ആ നാൾവഴികൾ ഭരണഘടനയിലേക്ക് എത്തിയത്, അതിന് മുൻപുള്ള കുറേ മിഷനുകൾ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ആ മിഷൻസ് ഒക്കെ പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്താണെന്ന് പഠിക്കണം. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സവിശേഷതകളിൽ പെടുന്നതാണ് പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിന്റെയൊക്കെ സബ് കാറ്റഗറീസ് ഉണ്ട്. ഇത് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ്സ്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയയാണ്. ഓക്കെ, സോ നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഫുൾ വ്യാപ്തിയിൽ പഠിക്കണം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, സിറ്റിസൺഷിപ്പ്. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആർട്ടിക്കിൾ സഹിതമാണ് ഇപ്പോൾ ചോദിക്കുന്നത്, പിക്ക് ഔട്ട് ചെയ്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പഠിക്കുക. സോ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്കൊന്നും എലിമിനേറ്റ് ചെയ്യാനില്ല. മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കുക. നമ്മൾ വിചാരിക്കും ഏറ്റവും എളുപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷേ ഏറ്റവും ടഫായിട്ട് വരാറുള്ളതും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിലെ കുറേയധികം അപാകതകളുണ്ട്.
പിന്നെ മലയാളം ട്രാൻസ്ലേഷൻസിലുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്ന് നമുക്ക് നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നന്നായി തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ SCERT പാഠഭാഗങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പാഠഭാഗങ്ങളെല്ലാം നോക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് അത് എക്സ്ട്രാ ഫാക്ട്സ് നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഫാക്ട്സോട് കൂടി തന്നെ നോക്കുക. PYQ നിലവിൽ ഇതുവരെ ചോദിച്ചിട്ട് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ഫാക്ട്സും കൂടെ കവർ ചെയ്യുക. നിങ്ങൾക്കത് ടൈം കൺസ്യൂമിംഗ് ആണ് കുറച്ച്, ഞാൻ പറയുകയാണെങ്കിൽ. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എൻ്റെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ഫാക്ട്സോട് കൂടി പഠിക്കുക. പിന്നെ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് AI അസിസ്റ്റൻസും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഓരോ കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ആർട്ടിക്കിൾ സംബന്ധിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ജഡ്ജ്മെന്റുകളെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AI അസിസ്റ്റൻസും എന്ത് ചെയ്യാം, ഇതാക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും പല കാര്യങ്ങളും. നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമല്ലേ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഈ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് പല രീതിയിൽ പല തരത്തിൽ പല ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ എന്താണ് കേശവാനന്ദ ഭാരതി കേസ്, എന്തായിരുന്നു അതിലുള്ള കാര്യങ്ങൾ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന് എന്ത് ചോദ്യങ്ങൾ വന്നാലും ഫേസ് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. കാരണം പല തരത്തിൽ അത് ചോദിച്ച് ഞാൻ കണ്ടു. ഒരു ഫിലിംസ് പേപ്പറിലും കണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്, ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് ആയിരുന്നു. സോ അതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പക്കയായിട്ട് എന്താണ് കേശവാനന്ദ ഭാരതി കേസ്, അതിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് മാറ്റം വന്നത്, ആരാണ് കേശവാനന്ദ ഭാരതി, എന്താണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സംഭവങ്ങളും എളുപ്പമാവും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ മാക്സിമം ടെക്നോളജിയും നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ ഈ പറയുന്ന ബേസിക് സോഴ്സ് ആയിട്ടുള്ള SCERTയും റാങ്ക് ഫയലും ഒക്കെ മിക്സ് ചെയ്ത് വേണം പഠിക്കാൻ. ഇപ്പോൾ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സബ്ജക്ട്സും കോർ സബ്ജക്ട്സും എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് വഴിയെ പറഞ്ഞു തരാം. കാരണം നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിലുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഭരണഘടനയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ ചെയ്യാൻ നിൽക്കരുത്. പഠിക്കുന്നതോടൊപ്പം തന്നെ PYQല് നിങ്ങൾ ഈ ഭരണഘടനയുടെ ഓരോ പോർഷൻസും പഠിക്കുമ്പോൾ PYQs അല്ലെങ്കിൽ ഭരണഘടന ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദിച്ചു എന്നുള്ളത് പഠിച്ചു പോകണം, നോക്കി പോകണം. ആ നോക്കി പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു റെഡിംഗ് കൊണ്ട് എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഇന്ന ഏരിയ എന്നൊരു ഷോർട്ട് നോട്ട് പോലെ നിങ്ങളൊരു ബുക്കിൽ ജസ്റ്റ് ഇന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ളതെന്ന് എഴുതി വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഭരണഘടന എന്ന് പറയുന്ന ഭാഗം സെറ്റ് ആകും. ഓക്കെ, അപ്പോൾ വരുന്ന വീഡിയോയിൽ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.